5 പേഷ്യൻ്റാണ് ഡെത്ത്. അതിൽ ഒരെണ്ണം ഇവിടുന്ന് ഡെത്തല്ല, തൂങ്ങി മരണമായിട്ട് മരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ്. മോർച്ചറിയിലേക്ക് വെക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളിവിടെ മരണമായിട്ട് മരിച്ചു വന്നത്. അപ്പോൾ ഇതിലില്ല അത്. പിന്നെ ഒരു കേസ് ഉള്ളത് വിഷം കഴിച്ച് വന്ന, അതാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത് കേസ്. മേപ്പാടി ഇന്നലെ വന്നതാണ്. എക്കാലക്സ് കഴിച്ചിട്ടുള്ള ഒരു ലേഡി, ഭയങ്കര ബാഡായിരുന്നു, വെൻറ്റിലേറ്ററിലാണ് ഉള്ളത്. അപ്പോൾ പുക വന്നപ്പോൾ നമ്മൾ സിക്കാണെങ്കിലും നമ്മൾ ആംബുലൻസിലാക്കിയിട്ട് അവിടുത്തെ മെയിൻ ബ്ലോക്കിൽ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ICUയിൽ എത്തിയിട്ട് അവിടെ നിന്നാണ് മരിച്ചത്. ബാഡായിരുന്നു അത്. ആ കേസാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ നിങ്ങൾ ചോദിച്ചത്. പിന്നെ ഉള്ളത് ഞാനെല്ലാം കേസ് ഷീറ്റ് വെച്ച് ഡാറ്റ എടുത്തതാണ്. സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേഷ്യൻ്റെ പേര്. അത് ഭയങ്കര ഓൾറെഡി ബാക്കിയുള്ള 3 പേഷ്യൻ്റ്, 2 പേഷ്യൻ്റ് മെഡിക്കോ ലീഗൽ കേസ്, 1 ബ്രോഡ് ഡെഡ്. ബാക്കിയുള്ള 3 പേഷ്യൻ്റ് 2 ഇന്ന് വന്നതാണ്, ഉച്ചയ്ക്ക് ശേഷം വന്നതാണ്. അത് 2 പേരും, ഒരാൾ ക്യാൻസർ പേഷ്യൻ്റാണ്, വായിൽ ക്യാൻസർ, കൗണ്ട് ഭയങ്കര കുറഞ്ഞ് ഇൻഫെക്ഷനായിട്ട് വന്ന ന്യൂട്രോപെനിക് സെപ്സിസ് എന്ന് പറയും. വേറൊരു പേഷ്യൻ്റ് ലിവർ ഫെയിലിയറായിട്ട് വന്ന പേഷ്യൻ്റാണ്, കിഡ്നി ഇഞ്ചുറി ഉണ്ട്. അത് ഇന്നലെ വന്നതാണ്, ആൽക്കോളിക് ലിവർ ഡിസീസ്. ഇന്ന് വന്നത് വേറെ ഒരു പേഷ്യൻ്റ് ന്യൂമോണിയ ആയിട്ട് വന്നതാണ്. അത് 7:40. അത് ഇതുമായിട്ട് ബന്ധമുള്ളതായി തോന്നുന്നില്ല. 7:40 പുക വരുന്നതിൻ്റെ മുന്നേ തന്നെ ICUന്ന് ഈ സൈഡിൽ റെഡ് ഏരിയയിലുള്ള പേഷ്യൻ്റാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മരണമായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം മറ്റേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെടുത്ത 2 മെഡിക്കോ ലീഗൽ കേസ്, 1 ബ്രോഡ് ഡെഡും, ഒരു പേഷ്യൻ്റ് ഓൾറെഡി സിക്കായിട്ട് ICUയിലുള്ളതാണ്. മരുന്ന് കഴിച്ചിട്ടില്ല, വിഷം കഴിച്ചിട്ട് വന്ന ആൾ, വിഷം കഴിച്ച് വന്ന ലേഡി, അതാണ് വിഷം കഴിച്ച് വന്നത്. അത് പ്ലീസ്, ഞാൻ ബാക്കിയുള്ള 3 പേഷ്യൻറ്റിൽ 3 പേഷ്യൻറ്റും സിക്കായിട്ടാണ്. 2 പേഷ്യൻ്റ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വന്നതാണ്. ഒരെണ്ണം അത് ഈ തീയിൻ്റെ ആ സമയത്ത് തന്നെ ഡെത്തായതാണ്. അത് ഭയങ്കര ബാഡായിരുന്നു. വേറെയുള്ളൊരു പേഷ്യൻ്റ് ആൽക്കഹോളിക് ലിവർ ഡിസീസും ഹെപ്പാറ്റിക് എൻസോഫലോപ്പതി, ലിവർ കിഡ്നി ഇഞ്ചുറിയൊക്കെ ആയിട്ട് അതും 2:30 വന്നതാണ്. അത് ഭയങ്കര സിക്കായിരുന്നു. അതിന് റെഡ് ഏരിയയിൽ നിർത്തിയാണ്. ആ പേഷ്യൻ്റ് വരുമ്പോഴേ ഭയങ്കര ബാഡാണ്, അതാണ് ഡെത്തായത്. ഒരു പേഷ്യൻ്റാണ് ഇന്നലെ വന്നിട്ടുള്ള ഒരു പേഷ്യൻ്റ്, അതാണ്, അതും സിക്കായിരുന്നു. ആ പേഷ്യൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ പേഷ്യൻ്റ് ഇന്നലെ എക്കാലക്സ് കഴിച്ചിട്ട്, ഞാൻ പേര് പറയുന്നില്ല, അതിന് എക്കാലക്സ് കഴിച്ച് വന്ന പേഷ്യൻ്റാണ്. ഭയങ്കര സിക്കായിരുന്നു, ICUയിൽ വെൻറ്റിലേറ്ററിലായിരുന്നു. ആ പേഷ്യൻ്റ് ഉടനെ തന്നെ പുക വന്നതിനെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തു മെഡിസിൻ ICUയിലേക്ക്. അപ്പോൾ അവിടെ എത്തി ICUയിൽ എത്തിയിട്ടാണ് ഭയങ്കര ബാഡാണ് ആ പേഷ്യൻ്റ്. ഇവിടെ 2 ദിവസമായി, ഇന്നലെ മുതലേ ബാഡാണ്. ഇതാണ് എക്കാലക്സ് കഴിച്ച് വന്ന പേഷ്യൻ്റ്. ആ പേഷ്യൻ്റാണ്. ഒരെണ്ണം 5 ഒരാൾ ബ്രോഡ് ഡെഡാണ്, 4 ഡെത്ത്, 1 എക്കാലക്സ്, ബാക്കി 2 പേര്, 1 ക്യാൻസറും അതിൻ്റെ കൂടെ കൗണ്ട് കുറഞ്ഞ് ന്യൂമോണിയ ഉള്ളത്, വേറെ 1 ന്യൂമോണിയ ഉള്ളത്. 3ാമത്തെ കേസാണ് ലിവർ, അതേപോലെ കിഡ്നി 2 ഡാമേജ് ആയിട്ടുള്ള ആൽക്കഹോളിക് ലിവർ ഡിസീസ്. ബാക്കി നമ്മളെല്ലാവരെയും ഞങ്ങൾ ഇവിടെയുള്ള കുറച്ച് പേര് സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയത്, പ്രൈവറ്റിൽ. കുറച്ച് പേര് ബീച്ചിലുണ്ട്. അപ്പോൾ ഞങ്ങളെ ഇവിടുത്തെ ടീം 2 ദിവസം ബീച്ചിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്യൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള കാർഡിയോളജി ഡ്യൂട്ടി, എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിക് വേണമെങ്കിൽ ഇവിടുത്തെ നമ്പർ കൊടുത്തിട്ട് നേരെ ഡയറക്റ്റ് കാർഡിയോളജിയിലേക്ക് എടുത്തോളൂ. പിന്നെ ബാക്കി എല്ലാ ട്രീറ്റ്മെൻറ്റും റെഡിയാക്കി, ഓർത്തോന്ന് സർജറിന്നും ഈ 2 പേരെ വെച്ച് അവിടെ എക്സ്ട്രാ ഡ്യൂട്ടിക്ക് മെഡിസിന് 4-5 പേരെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം ഇതൊന്ന് റെഡിയാവുന്നവരെ നമ്മൾ DMOയായിട്ട് സംസാരിച്ച് നമ്മളെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വീണ ജോർജ് മിനിസ്റ്റർ പറഞ്ഞ അനുസരിച്ച് എല്ലാ അറേഞ്ച്മെൻറ്റും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ 5 പേരാണല്ലേ? ഒരെണ്ണം ബ്രോഡ് ഡെഡ് വരുമേ മരിച്ചതാണ്. ടോട്ടൽ 5 ഡെത്താണ്. ഇതുമായിട്ട് ബന്ധമുള്ളതെല്ലാം ഒരു ഡെത്ത്, ബ്രോഡ് ഡെഡ് അല്ലേ? അപ്പോൾ 2 മെഡിക്കോ ലീഗൽ കേസ് നമ്മൾ ഓട്ടോപ്സി ചെയ്യണമല്ലോ. മറ്റേത് നമ്മൾ ബന്ധുക്കളോട് നാളെ സംസാരിച്ചിട്ട് എന്താ വേണ്ട അനുസരിച്ച് ചെയ്യാം.